അങ്ങനെയല്ലേ നമ്മളെ ബന്ധം വെച്ചിട്ട് അതല്ലേ അതിന്റെ ഇത്. ഞങ്ങളുടെ വിഷ്ണു ധ്യാനുമാണ് വേദിയിലുള്ളത്. സോ ഞങ്ങളുടെ ഭീഷ്മർ ചിത്രത്തിന്റെ ഞങ്ങളുടെ മെയിൻ ഹീറോ ലീഡ് ക്യാരക്ടേഴ്സ് ചെയ്ത വിഷ്ണു ആൻഡ് ധ്യാൻ ശ്രീനിവാസൻ നല്ലൊരു കൈയ്യടി നൽകിക്കൊണ്ട് ഞങ്ങളിവിടെ നിങ്ങൾക്ക് മുന്നിൽ പ്രസന്റ് ചെയ്യാണ് ഈസ്റ്റ് കോസ്റ്റ് പ്രൊഡക്ഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ബാനറിൽ ഭീഷ്മർ എന്ന ചിത്രത്തിന്റെ ഏറ്റവും പുതിയ വിശേഷങ്ങൾ അറിയാനായിട്ട് ഞങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്യാണ്. ആൻഡ് വി വിൽ സ്റ്റാർട്ട് വിത്ത് യു ധ്യാൻ ശ്രീനിവാസൻ. വാട്ട് യു ഹാവ് ടു സേ സർ? ഹലോ. നായകനാവുന്ന നമസ്കാരം. ഇത് വിഷ്ണു നായകനാവുന്ന ഈ സിനിമയിൽ ചെറിയൊരു വേഷം ചെയ്യാൻ സാധിച്ചത് ഒരുപാട് സന്തോഷം ആദ്യം തന്നെ അറിയിക്കുന്നു. സോറി, വിഷ്ണു കൊണ്ടില്ലാതെ തോന്നിക്കുന്ന ഈ സിനിമയിൽ ഒരു ചെറിയ ഭാഗമാവാൻ കഴിയുന്നില്ല, അത് തന്നെ ഉള്ള സന്തോഷം. കാരണം നായകനാണല്ലോ മെയിൻ സംസാരിക്കാൻ. നമ്മൾ പ്രിൻസിലൊക്കെ സംസാരിച്ചു മെയിൻ ഞാനായിരുന്നല്ലോ, ഒറ്റ ദിവസം മെയിനാണ് സംസാരിക്കുന്നത്. ഈ സിനിമയെ കുറിച്ച് പറയുമ്പോൾ നമ്മളൊക്കെ സ്കൂൾ കാലത്തൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്തൊക്കെ നമുക്കൊക്കെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു മാഷുണ്ടാവും. ഈ മാഷ് ആദ്യമൊക്കെ നമുക്ക് മാഷിന് എടുത്തു പോകുമ്പോൾ ഒരു ടെൻഷനായിരിക്കും. കാരണം മാഷ് ഭയങ്കര സ്ട്രിക്റ്റ് ആയിരിക്കും. അപ്പോ മാഷിന് അടുക്കും തോറുമാണ് നമ്മൾ മനസ്സിലാക്കുക ഇദ്ദേഹം ഏതാ അതെ മാഷിനെ കുറിച്ച്. അപ്പോ നമ്മള് അടുക്കും തോറും മാഷിന്റെ ഉള്ളിലുള്ള സ്നേഹം നമ്മൾ തിരിച്ചറിഞ്ഞു. അങ്ങനെ ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട മാഷ്, കാരണം ഒരു സ്കൂൾ കാലഘട്ടം അല്ലെങ്കിൽ ആ സ്കൂൾ കാലഘട്ടത്തിലുള്ള കുറെ, കാരണം എപ്പോഴും സ്കൂൾ സമയത്ത് നമ്മളെങ്ങനെ വെച്ചാൽ പിള്ളേരൊക്കെ കളിച്ചു നടക്കും. കാരണം നമ്മള് ലിറ്ററലി കളിച്ചു നടക്കുകയായിരുന്നു. കളിയുടെ കാര്യമൊക്കെ പറയുമ്പോൾ എനിക്കൊക്കെ ഒരുപാട് ഓർമ്മകൾ ഉണ്ടാവും അല്ലേ. അപ്പൊ മാഷ് നമ്മളെ വിളിച്ചോണ്ട് വരും, വാ വാ പഠിക്ക് എന്ന് പറഞ്ഞിട്ട് മറ്റേ മാഷ് നമുക്ക് പഠിപ്പിച്ചു തരും. ആ സമയം പിന്നെയും നമ്മൾ തിരിച്ചു പോയി കളിക്കും, മാഷ് നമ്മൾ വിളിച്ചോണ്ട് വരും. സത്യം പറഞ്ഞാൽ അങ്ങനെയായിരുന്നു ആ ഒരു സ്കൂൾ അല്ലെങ്കിൽ ആ കാലഘട്ടം ഓർമ്മ വന്നു ഈ ഒരു സെറ്റിൽ. കാരണം അത്രയധികം രസകരമായിട്ടുള്ള ഒരുപാട് ഓർമ്മകൾ സമ്മാനിച്ച ഒരു സെറ്റാണ് ഈ ഭീഷ്മറിന്റെ. അവസാനമായി മനസ്സറിഞ്ഞ് ചിരിച്ചതും ഈ സെറ്റിലാണ്. ആദ്യം തന്നെ ഞങ്ങളുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട മാഷിന് വിജയനങ്ങളിന് നന്ദി, ഈ സിനിമയിലെ ഭാഗമാവാൻ ഞങ്ങളെ ക്ഷണിച്ചതിനും. കാരണം സത്യം ഞങ്ങള് ഒരുമിച്ച് ഇത്രയും ആസ്വദിച്ചിട്ടൊരു സിനിമ ചെയ്തിട്ടില്ല എന്ന് തന്നെ പറയും. അത്രമാത്രം രസങ്ങളുണ്ട്. കാരണം രസങ്ങളൊന്നും പുറത്ത് പറയാൻ പറ്റാതെ പരസ്യമായി പറയാൻ പറ്റുന്ന കാര്യങ്ങളായതുകൊണ്ട് തന്നെ പുറത്ത് പറയാനില്ല. ഞങ്ങളുടെ കൊള്ളരുതായ്മകളെയും ഞങ്ങളെ ഇതൊക്കെ ക്ഷമിക്കുകയും കുറച്ചു കഴിഞ്ഞ് ഞങ്ങളോടൊപ്പം തമാശ പറയുകയും നമ്മളെ ഒക്കെ അടുത്ത് നിർത്തി ഞങ്ങളെ സ്നേഹിക്കുകയും ചെയ്ത ഞങ്ങളുടെ വിജയനങ്ങൾ. ഈ സിനിമയെ കുറിച്ച് പറയുമ്പോൾ സിനിമ ഈ തമാശകളും ഈ രസങ്ങൾക്കൊക്കെ അപ്പുറത്തേക്ക് ഈ സിനിമ ഒരു പഴയ പ്രിയദർശൻ അല്ലെങ്കിൽ പ്രിയനങ്ങളുടെയൊക്കെ സിനിമകൾ ഓർമ്മപ്പെടുത്തുന്ന പോലത്തെ ഒരു ഫൺ ഫാമിലി എന്റർടൈനർ ആണ് ഈ സിനിമ. കാരണം ഒരുപാട് ആക്ടേഴ്സ് ഉണ്ട് ഇവിടെ വന്നിരിക്കുന്നത്. അങ്ങനെ ഒരുപാട് നടന്മാരുള്ള ഒരു സിനിമ, ഒരു വലിയ സിനിമയാണ്. ആ രസങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു ഒരു പരിധി വരെ തിയേറ്ററിൽ ആൾക്കാർ ചിരിക്കാനും അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള നല്ല ഹ്യൂമർ ഉള്ള അല്ലെങ്കിൽ നല്ല രസമായിട്ടുള്ള കുറേ ഇൻസിഡൻസ് ഉള്ള ഒരു കോർത്തിണക്കിയിട്ടുള്ള ഒരു സിനിമയാണിത്. അതിൽ ഇന്നത്തെ ദിവസം രഞ്ജിന്റെ ദിവസമാണ്. അപ്പോൾ മ്യൂസിക് ലോഞ്ച് എന്ന് പറയുമ്പോൾ രഞ്ജിൻ ഏറ്റവും റിസ്ക് എടുക്കുന്ന ഒരു മ്യൂസിക് ഡയറക്ടറാണ്. കാരണം എൻ്റെ രഞ്ജിൻ 2 സിനിമയിൽ പാട്ട് പഠിച്ചിട്ടുണ്ട്. ആദ്യത്തെ സിനിമ കുഞ്ഞമണീസ് ഹോസ്പിറ്റലിൽ രഞ്ജിൻ എന്നെ ഒരു പാട്ട് പഠിപ്പിച്ചു. ഈ സിനിമയിലും ഞാനും വിഷ്ണുവും ചേർന്ന് പാടുന്നൊരു പാട്ടുണ്ട്. അപ്പോൾ വിഷ്ണു പാട്ട് പാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വിഷ്ണുവാണ് ആദ്യം രാവിലെ വന്ന് പാട്ട് പാടിക്കൊണ്ടിരുന്ന സമയത്ത് ഞാൻ കാണുമ്പോൾ വിഷ്ണുവിൻ്റെ പാട്ട് കേട്ടിട്ട് ഞാൻ
എന്തിനാണ് ഇങ്ങനെ പാടുന്നത്, എന്തും ഓവറായിട്ടാണ് ഇങ്ങനെ പാടുന്നത്. പിന്നെ ഞാൻ ഒറ്റയ്ക്ക് പാടിയ പോലായിരുന്നു ഈ പാട്ട്. ഞാൻ ചിരിച്ചിരിക്കുന്ന സമയത്താണ് എന്നെ പാടാൻ വിളിക്കുന്നു. അങ്ങനെ ഞാൻ പാടുന്ന സമയത്ത് എനിക്കിപ്പോ എല്ലാം കറക്റ്റായി തോന്നുന്നു, ഞാൻ പാടിയാൽ മതി. ആ സമയത്ത് വിഷ്ണു മാറി നിന്നിട്ട് ഞാൻ ഹെഡ്ഫോൺസ് ഒക്കെ വെച്ചിട്ട് പാട്ട് പാടുന്നതിന്റെ ഒരു വീഡിയോ വിഷ്ണു ഫോണിൽ ഷൂട്ട് ചെയ്തിട്ട് എന്റെ ഫോണിൽ തന്നെ ഷൂട്ട് ചെയ്തിട്ട് ഇതൊന്ന് കണ്ടു നോക്കൂന്ന് പറഞ്ഞിട്ട് വിഷ്ണു കാണിച്ചത്. അതാണ് ഞാനിപ്പോ അലാറമായിട്ട് വെച്ചിട്ടുള്ളത്. കാരണം വിഷ്ണു എത്രയോ വലിയ സിംഗറാണെന്നുള്ളത് ഞാൻ അവിടെ തിരിച്ചറിയുകയും അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ രഞ്ജിന്റെ കയ്യിൽ എന്തോ പ്രോഗ്രാമിങ്ങിന് ഓട്ടോട്യൂൺ എന്താ അതിന്റെ പേരെന്താ, എന്തോ ഒരു ടെക്നോളജി ഉണ്ട്. അത് കേട്ട് കഴിഞ്ഞാൽ ഇത്രയും മോശം തന്നെ ഉദ്ദേശിച്ചാണ് ആൾക്കാർ വരെ പാട്ട് വരെ ഞങ്ങൾ ആ പാട്ട് ഇവിടെ പ്ലേയില്ല. ഞങ്ങൾ പാടിയ പാട്ട് ഉണ്ടല്ലോ. അപ്പൊ അങ്ങള് പറഞ്ഞത് മനോഹരമായി പാടിയെന്ന്, പക്ഷെ എനിക്ക് അങ്ങനെ തോന്നിയില്ല. പക്ഷെ ഏതാ അത് പഠിക്കൂ സമയം എല്ലാരും പോയിട്ട് ഇവിടെ പഠിക്കുമോ. അങ്ങനെ ഒരു പാട്ട് പാടാനുള്ള അവസരം തന്ന രഞ്ജിൻ, ആദ്യം തന്നെ എവിടെയാണ് രഞ്ജിൻ പോയത്? രഞ്ജിൻ നന്ദി, സ്നേഹം. അപ്പോ പറഞ്ഞു വരുന്നത് ഈ സിനിമ മാർച്ച് 27 20-നാണ് തിയേറ്ററിൽ എത്തുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ തമാശകളും ഈ പറഞ്ഞ രസങ്ങളൊക്കെ ഈ സിനിമയിൽ ഉണ്ടാവും. ഉറപ്പായിട്ടും ഒരു ഫൺ ഫാമിലി വാച്ച്, ഒരു കംഫർട്ട് വാച്ച് ആയിരിക്കും ഈ സിനിമ എന്ന് ഉറപ്പ് തരുന്നു. നന്ദി, നമസ്കാരം. നമസ്കാരം. ഒരുപാട് സന്തോഷമുണ്ട്. വിജയേട്ടൻ്റെ കൂടെ ഇതിനു മുൻപ് കള്ളനും ഭഗവതി എന്ന് പറയുന്ന സിനിമ ആണ് ചെയ്തത്. അതിനുശേഷം വേറൊരു സിനിമ അദ്ദേഹം ചെയ്തു, അതിൽ ഞാൻ ഉണ്ടായില്ല. അത് കഴിഞ്ഞപ്പോൾ വീണ്ടും ഭീഷ്മർ എന്ന് പറയുന്ന സിനിമയിലേക്കാണ് പിന്നീട് ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യാൻ സാധിച്ചത്. അത് നേരത്തെ ഈ സത്യനന്ദിക്കാട് ചിത്രങ്ങളിലൊക്കെ സ്ഥിരമായിട്ട് അദ്ദേഹത്തിൻ്റെ ടീമിലുള്ള ആൾക്കാരുള്ള പോലെ നീയൊക്കെ സ്ഥിരമാണല്ലോ എന്ന് ചോദിച്ചിട്ടാണ് ഞാൻ ചേട്ടൻ ഫസ്റ്റ് എന്നോട് ചോദിച്ചത്. അപ്പോൾ ഈ ദുഷ്ടൻ വേറൊരു ചതിയും കൂടി ചെയ്തു. ഈ പടത്തിന്റെ പ്രീ പ്രൊഡക്ഷൻ കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് ഞാനിടയ്ക്ക് വിജയേട്ടനെ വിളിച്ച് ചോദിക്കും, ചേട്ടാ സ്ക്രിപ്റ്റ് എന്തായി, കഴിയുമ്പോൾ ഒന്ന് തരില്ലേ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കും. അപ്പോൾ പുള്ളി തരാം, കഴിയുമ്പോഴത്തേക്ക് വായിക്കാം അതൊക്കെ പറഞ്ഞിങ്ങനെ പറയും. അതിന് ശേഷമാണ് ഞാൻ അറിയുന്നത്. പിന്നെ തുടങ്ങാൻ തൊട്ടുകൊണ്ട് തന്നോട്ടാ ഞാൻ മൊത്തം വായിച്ചിട്ട് ഹാപ്പി. അപ്പൊ അത്ര ഡിലേ ആവാൻ കാര്യം എന്താണെന്ന് പിന്നെയാണ് ഞാൻ അറിഞ്ഞത്. ധ്യാനിന്റെ അടുത്ത് കഥ പറഞ്ഞപ്പോൾ പുള്ളി ചോദിച്ച് ധ്യാനം സ്ക്രിപ്റ്റ് ഞാൻ അയക്കാന്ന് സാർ പറഞ്ഞപ്പോ സ്ക്രിപ്റ്റോ എന്ത് അങ്കിൾ പറയുന്നു ഞാൻ ചെയ്യുന്നു. അങ്ങനെയല്ലേ നമ്മളെ ബന്ധം വെച്ചിട്ട് അതല്ലേ അതിന്റെ ഒരു ഇത്. എനിക്ക് തൊടുവാർന്ന് ശീലമല്ല. അതെ, സത്യമാണ്. കാരണം വിഷ്ണു പറഞ്ഞ കാര്യമാണ്. അതെ അതെ അതെ, അങ്ങനെ സ്ക്രിപ്റ്റ് വായിച്ച ഇവനാണോ സ്ക്രിപ്റ്റ് വായിക്കാത്ത ഞാനാണോ നന്നായി ചെയ്തത്? കണ്ടില്ലേ അത് പറയാറുണ്ടല്ലേ. മാർച്ച് 20 അപ്പൊ അങ്ങനെ പറഞ്ഞ പുള്ളി ഫസ്റ്റ് തന്നെ നീ അപ്പൊ സ്ഥിരം പുള്ളിയുടെ ആർട്ടിസ്റ്റ് ആവാൻ നിൽക്കണ്ട, ഞാൻ ആൾക്കാർ അധികകാലം ഇങ്ങനെ നീ സ്ക്രിപ്റ്റ് നീ അധികകാലം ബോധമായിരിക്കണം. അല്ല അപ്പൊ പുള്ളി സ്ഥിരം വിജയേട്ടന്റെ പടത്തിലെ ഒരാളാവാൻ വേണ്ടി ഞാൻ ആയിക്കോളാന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അടുത്ത പ്ലാനിങ് എനിക്ക് തോന്നുന്നത് ഞങ്ങൾ എല്ലാവരുടെയും വൈബ് അടിപൊളിയായിരുന്നു. ഞങ്ങൾക്ക് നേരത്തെ പറഞ്ഞ പോലെയാണ്, ലൊക്കേഷൻ ഇത്ര എൻജോയ് ചെയ്ത് വേറൊരു ലൊക്കേഷൻ ഇല്ല, അത്ര രസകരമായിരുന്നു. അതിനൊക്കെ ഞങ്ങളുടെ മാഷിനെ പോലെ പ്രിൻസിപ്പളിനെ പോലെ വിജയേട്ടനും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. നേരത്തെ പറഞ്ഞ പോലെ പുള്ളി ചെറിയ വേഷം അങ്ങനെയൊന്നുമല്ല. ഇതിൽ നായകൻ ആരാന്നുള്ളതിൽ ഞങ്ങൾ തമ്മിൽ വേറെ തർക്കമൊന്നുമില്ല. ഉണ്ണിലാലുവാണെന്നാണ് ഉണ്ണിലാലിന്റെ അവകാശപ്പെടുന്നത്. പക്ഷെ എൻ്റെ ഒരു കാഴ്ചപ്പാടില് യഥാർത്ഥ നായകൻ എന്ന് പറയുന്നത് നമ്മുടെ മാഷ് തന്നെയാണ്. എന്റെ ഡ്രസ്സും ഉണ്ണിലാലിന്റെ വേഷം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ആരാണ് ഇതിലെ നായകൻ. എന്തായാലും ഒരുപാട് സന്തോഷം. എല്ലാവരും ഭീഷ്മർ 20-ാം തീയതി വരുമ്പോൾ തീർച്ചയായും കാണണം, പ്രോത്സാഹിപ്പിക്കണം. നല്ല രസമുള്ള ചിരിക്കാനുള്ള ഒരു സിനിമയാണ്. താങ്ക് യു സോ മച്ച്. അപ്പൊ എന്തായാലും രണ്ടുപേർക്കും വലിയൊരു കൈയടി നൽകിക്കൊണ്ട് ഭീഷ്മറിന്
കംപ്ലീറ്റ് രീതിയിലുള്ള സക്സസ് നേർന്നുകൊണ്ട് രണ്ടുപേരെയും സീറ്റിലേക്ക് ഞാൻ വീണ്ടും ക്ഷണിക്കുകയാണ്. താങ്ക് യു സർ. സർ ഓക്കെ, അപ്പം സാറ് പറഞ്ഞു ഇനി ബാക്കിയുള്ള 5 പേരെ കൂടെ ഉടനെ തന്നെ വിളിക്കണം എന്നാണ് എന്റെ വിജയൻ സാറ് പറഞ്ഞിരിക്കുന്നത്.